നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഉസ്മാൻ ഹാദിക്ക് പിന്നാലെ ഇന്ത്യയുടെ അടുത്ത ശത്രുവിനും അജ്ഞാതരുടെ വെടിയേറ്റു ബംഗ്ലാദേശിൽ നാഷണൽ സിറ്റിസൺസ് പാർട്ടിയുടെ തൊഴിലാളി നേതാവിനാണ് വെടിയേറ്റത്. NCP തൊഴിലാളി സംഘടനയായ ജാതീയ ശ്രമിക് ശക്തിയുടെ കേന്ദ്ര നേതാവ് MD മുദ്ലിബ് ഷിഖ്ദ്വാറിനാണ് വെടിയേറ്റിരിക്കുന്നത്. 42 വയസ്സാണ് ഇയാളുടെ പ്രായം. ഗുരുതരമായ പരിക്കുകളോടെ ഗുൽന മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഇയാളെ മാറ്റി. ഗുൽന നഗരത്തിലെ ഒരു വീട്ടിൽ രാവിലെ 11:45 സംഭവം. ഗുൽനയിൽ നടത്താനിരുന്ന ഒരു തൊഴിലാളി റാലിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു ഇയാൾ. കഴിഞ്ഞ വ്യാഴാഴ്ച ധാക്കയിൽ വെച്ച് അജ്ഞാതരുടെ വെടിയേറ്റ് ഉസ്മാൻ ഹാദി കൊല്ലപ്പെട്ടിരുന്നു. അതിനു പിന്നാലെയാണ് ഇപ്പോൾ അജ്ഞാതരുടെ വെടിയേറ്റ് അടുത്ത നേതാവ് വീഴുന്നത്. ഉസ്മാൻ ഹാദി ഇന്ത്യ വിരുദ്ധ പ്രവർത്തകനായിരുന്നു. മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ പുറത്താക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച വിദ്യാർത്ഥി നേതാവ്. ഹാദിയുടെ കൊലപാതകത്തോടെ ബംഗ്ലാദേശ് വലിയ ആഭ്യന്തര സംഘർഷത്തിലേക്ക് കൂപ്പുകുത്തി. ഷെരീഫ് ഉസ്മാൻ ഹാദിയുടെ കൊലയാളി ആര് എന്ന കാര്യത്തിൽ ഇപ്പോഴും ബംഗ്ലാദേശിന് വലിയ നിശ്ചയമില്ല. കൊലയാളികൾ ഇന്ത്യയിലേക്ക് കടന്നുവെന്ന ആദ്യ നിലപാട് പിന്നീട് ശക്തമായി ഉന്നയിക്കുന്നില്ല ബംഗ്ലാദേശ്. പ്രതികളെ കണ്ടെത്താൻ ആവശ്യപ്പെട്ട് ഇൻകുലാബ് പഞ്ച് പാർട്ടി ശനിയാഴ്ച ഇടക്കാല സർക്കാരിന് 24 മണിക്കൂർ അന്ത്യശാസനം നൽകി. 32-കാരനായ ഉസ്മാൻ ഹാദിയെ ഡിസംബർ 12 ധാക്കയിലെ ബിജോയ് നഗർ പ്രദേശത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിലാണ് മുഖംമൂടി ധരിച്ച തോക്കുധാരികൾ തലയ്ക്ക് വെടിവെച്ചത്. പിന്നീട് ചികിത്സയിലിരിക്കെ വ്യാഴാഴ്ച സിംഗപ്പൂർ ആശുപത്രിയിൽ വെച്ച് ഹാദി മരിച്ചു. ഉസ്മാൻ ഹാദിയുടെ മരണം ബംഗ്ലാദേശിലുടനീളം ആക്രമണങ്ങൾക്കും നാശനഷ്ടങ്ങൾക്കും ഇടവരുത്തി. കടുത്ത ഇന്ത്യ വിരുദ്ധ നിലപാട് പുലർത്തിയിരുന്ന വ്യക്തിയാണ് ഉസ്മാൻ ഹാദി. മരിക്കുന്നതിന് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ബംഗ്ലാദേശിനോട് കൂട്ടിച്ചേർത്ത് ഇയാൾ ചില ഭൂപടങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ബംഗ്ലാദേശിൽ പൊട്ടിപ്പുറപ്പെട്ട സംഘർഷങ്ങളെ തുടർന്ന് ഒരു ഹിന്ദു യുവാവിനെ അവർ ക്രൂരമായി കൊലപ്പെടുത്തിയിരുന്നു. ഒരു സംഘം ആളുകൾ ഒരു ഹിന്ദു യുവാവിനെ അതിക്രൂരമായി മർദ്ദിച്ച് മരത്തിൽ കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയിരുന്നു. ഇതിനെതിരെ ശക്തമായ പ്രതികരണമാണ് ഇന്ത്യ നടത്തിയത്. ഹിന്ദു യുവാവിന്റെ കൊലപാതകത്തിന് കാരണക്കാരായവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്ന് ഇന്ത്യ ശക്തമായി ബംഗ്ലാദേശിനോട് ആവശ്യപ്പെട്ടു. വിദേശകാര്യ മന്ത്രാലയമാണ് ഇത്തരമൊരാവശ്യം ബംഗ്ലാദേശിന് മുന്നിൽ വെച്ചത്. ബംഗ്ലാദേശിലെ സ്ഥിതിഗതികൾ ഞങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു. ബംഗ്ലാദേശ് അധികൃതരുമായി ഞങ്ങൾ ബന്ധപ്പെടുന്നു. ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണങ്ങളിൽ ആശങ്ക പ്രകടിപ്പിക്കുന്നു. ഡൽഹിയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷന് മുന്നിൽ ശക്തമായ പ്രക്ഷോഭം നടന്നു എന്ന തലത്തിൽ ബംഗ്ലാദേശി മാധ്യമങ്ങൾ ചില വാർത്തകൾ പ്രസിദ്ധീകരിച്ചിരുന്നു. എന്നാൽ ഈ വാർത്തകൾ പൂർണ്ണമായി ഇന്ത്യ നിരാകരിച്ചു. ഒരിടവേളയ്ക്ക് ശേഷം ബംഗ്ലാദേശ് വീണ്ടും കലുഷിതമാകുമ്പോൾ ഇന്ത്യ ഏറ്റവും ജാഗ്രതയിലാണ് സ്ഥിതിഗതികൾ നോക്കിക്കാണുന്നത്. വിദ്യാർത്ഥി നേതാവിന്റെ മരണത്തിന് പിന്നാലെ രാജ്യം വീണ്ടും കലാപസമാന സാഹചര്യങ്ങളിലേക്ക് വഴുതി വീണു. ഷെയ്ഖ് ഹസീന പുറത്തായതിനു ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പ് ഫെബ്രുവരിയിൽ നടക്കേണ്ടതാണ് ബംഗ്ലാദേശിൽ. ഹാദിയുടെ മരണം ബംഗ്ലാദേശിൽ വ്യാപകമായ പ്രതിഷേധങ്ങൾക്കിടവരുത്തി. പ്രതിഷേധക്കാർ റോഡുകൾ ഉപരോധിക്കുകയും മാധ്യമ സ്ഥാപനങ്ങൾ ആക്രമിച്ച് തകർക്കുകയും ചെയ്തു. അവാമി ലീഗുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ അവർ തകർത്തെറിഞ്ഞു. ഹാദിയെ ആക്രമിച്ചവർ ഇന്ത്യയിലേക്ക് പലായനം ചെയ്തുവെന്നും അവരെ തിരികെ കൊണ്ടുവരുന്നതുവരെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ അടച്ചുപൂട്ടണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. കടുത്ത ഇന്ത്യ വിരുദ്ധത പുലർത്തുന്ന വ്യക്തിയായിരുന്നു ഹാദി. ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിൽ ഇന്ത്യ ഇടപെടുന്നു എന്ന ആരോപണമാണ് മുഖ്യമായി ഉസ്മാൻ ഹാദി ഉയർത്തിയിരുന്നത്. തെരഞ്ഞെടുപ്പുകളിൽ കൃത്രിമം കാണിച്ചാണ് ഷെയ്ഖ് ഹസീന വിജയിച്ചു പോന്നിരുന്നത് എന്ന് ഹാദി വാദിച്ചു. ഹാദിക്കെതിരെ ആക്രമണമുണ്ടായപ്പോൾ ഇന്ത്യയെ കുറ്റപ്പെടുത്താനാണ് പ്രതിഷേധക്കാരും പ്രക്ഷോഭകരുമൊക്കെ ശ്രമിച്ചത്. എന്നാൽ ആക്രമണത്തിൽ പങ്കുണ്ട് എന്നീ ആരോപണങ്ങൾ പൂർണ്ണമായി ഇന്ത്യ നിഷേധിച്ചു. മറുവശത്ത് ഇന്ത്യക്കെതിരെ ആക്രോശങ്ങൾ മുഴക്കിയ ബംഗ്ലാദേശ് തകർന്നടിയുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ. തികഞ്ഞ രാഷ്ട്രീയ സ്ഥിരത, മറുവശത്ത് ഇന്ത്യ വിരുദ്ധ പ്രക്ഷോഭം. പാകിസ്ഥാനെ മുറുകെ പിടിച്ച് തീവ്രവാദികൾക്ക് രാജ്യം ഒറ്റുകൊടുത്ത മുഹമ്മദ് യൂനുസ് ഇപ്പോൾ ചെകുത്താനും കടലിനുമിടയിൽ. എല്ലാം ഒരു സെൽഫ് ഗോളായി, ഒരു ദുരന്തമായി അവസാനിക്കുന്ന ഘട്ടത്തിലാണ് മുഹമ്മദ് യൂനുസിന് മുന്നിൽ അവരുടെ രാജ്യം. ഇന്ത്യക്കെതിരെ പ്രതിഷേധിക്കാൻ കളത്തിലിറങ്ങിയവർ ഒടുവിൽ തീയിട്ട് തകർത്തെറിയുന്നത് സ്വന്തം രാജ്യം തന്നെ. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ തകർന്നടിയുന്ന കാഴ്ചയാണ് മുഹമ്മദ് യൂനുസിന് കൺമുന്നിൽ. രാജ്യത്തെ വാണിജ്യ വ്യവസായ മേഖലകൾ ഏറെക്കുറെ സ്തംഭിച്ചു. ബംഗ്ലാദേശിന്റെ പ്രധാന വ്യവസായം, രാജ്യത്തെ ഏറ്റവും അധികം പേർ തൊഴിലെടുക്കുന്ന മേഖല, കയറ്റുമതിയുടെ നട്ടെല്ല് വസ്ത്രവ്യാപാരം തന്നെയാണ്. അവരുടെ വസ്ത്രനിർമ്മാണ മേഖല ഇപ്പോൾ തകർന്ന തരിപ്പണമായി. ഉൽപ്പാദിപ്പിച്ച തുണിത്തരങ്ങളൊക്കെ അവിടെ കെട്ടിക്കിടക്കുന്നു.
കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ശരാശരി 6-7% GDP വളർച്ച രേഖപ്പെടുത്തിയ സാമ്പത്തിക മേഖലയുടെ നെടുംതൂണാണ് ഈ വസ്ത്ര ഉൽപ്പാദന മേഖല. പൂർണ്ണമായും കയറ്റുമതി നിശ്ചലാവസ്ഥയിൽ ഈ രംഗത്ത് ഇന്ത്യ പോലും ബംഗ്ലാദേശിന് പിന്നിലായിരുന്നു മുൻപ്. എന്നാൽ ഇന്ത്യയെ പ്രകോപിപ്പിക്കാൻ പുറപ്പെട്ട ബംഗ്ലാദേശ് തകർന്നടിയുന്നു വസ്ത്ര ഉൽപ്പാദനത്തിലും വസ്ത്ര കയറ്റുമതിയിലും. ആ ഇടമാണ് ഇന്ത്യ ഇപ്പോൾ നേടിയെടുത്തിരിക്കുന്നത്. തുടർച്ചയായ പ്രക്ഷോഭങ്ങൾ മൂലം ബംഗ്ലാദേശിലെ വിദേശ നിക്ഷേപത്തിന്റെ ഒഴുക്ക് പൂർണ്ണമായി നിലച്ചു. രാഷ്ട്ര രൂപീകരണം മുതൽ ബംഗ്ലാദേശിനെ ചേർത്ത് പിടിച്ച ഇന്ത്യയെ പ്രക്ഷോഭകാരികൾ തള്ളിപ്പറഞ്ഞതോടെ പൂർണ്ണമായും ബംഗ്ലാദേശ് ലോകത്തിന് മുന്നിൽ ഒറ്റപ്പെടുന്ന കാഴ്ച. രാജ്യത്തെ ഫാക്ടറികളൊക്കെ അടഞ്ഞുകിടക്കുന്ന അവസ്ഥയിലാണ്. മുൻകരുതലിന്റെ ഭാഗമായി അടച്ചിടുകയോ പ്രവർത്തനം കുറയ്ക്കുകയോ ചെയ്തിരിക്കുന്നു മിക്ക തുണിമില്ലുകളും. രാജ്യത്തുള്ള പെട്രോൾ പമ്പുകളും ഗതാഗത കമ്പനികളും ഒന്നും രാത്രികാലങ്ങളിൽ പ്രവർത്തിക്കാൻ ഇപ്പോൾ തയ്യാറാകുന്നില്ല. ആക്രമണകാരികൾ രാജ്യത്തെ പല സ്ഥാപനങ്ങളും തീയിട്ട് തകർക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണിത്. രാജ്യത്തെ ചെറുകിട ഉൽപാദന മേഖലയായ തുകൽ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി പൂർണ്ണമായി നിലച്ചു. തുറമുഖങ്ങളിൽ അനിശ്ചിതത്വം. കരമാർഗത്തിലൂടെ എത്തിക്കുന്ന ചരക്കുകൾ ഇന്ത്യയിലെ തുറമുഖങ്ങൾ വഴി ട്രാൻസ്ഷിപ്മെന്റ് ചെയ്യാനുള്ള അനുമതി അടുത്തിടെ ഇന്ത്യ പിൻവലിച്ചിരുന്നു. പ്രതിസന്ധിക്ക് പരിഹാരമായില്ല എങ്കിൽ രാജ്യാന്തര കമ്പനികളുടെ ഓർഡറുകൾ നഷ്ടമാകുമോ എന്ന് വ്യാപാരികൾ ഭയക്കുന്നു. രാത്രികാലങ്ങളിൽ പ്രക്ഷോഭം രൂക്ഷമാകുമോ എന്ന ഭയം. അതുകൊണ്ട് തന്നെ മിക്ക നഗരങ്ങളിലും ഷോപ്പിംഗ് മാളുകളും വ്യാപാര കേന്ദ്രങ്ങളുമൊക്കെ വൈകുന്നേരത്തോടെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നു. നടപ്പ് സാമ്പത്തിക വർഷത്തെ GDP 4.9% കൂപ്പുകുത്തി. 2 അക്കത്തിലേക്ക് കുതിച്ച പണപ്പെരുപ്പം കുറയുന്നുണ്ട് എങ്കിലും ആശാവഹമല്ല. വലിയ വിലക്കയറ്റമാണ് ഇപ്പോഴും രാജ്യം നേരിടുന്ന മുഖ്യ പ്രതിസന്ധി. വർദ്ധിക്കുന്ന കടബാധ്യതയിൽ നട്ടം തിരിയുന്ന ഒരു രാജ്യമായി ബംഗ്ലാദേശ് തകർന്ന് തരിപ്പണമാകുന്നു നമുക്ക് മുന്നിൽ. ഗാന്ധിയുടെ മരണശേഷമാണ് ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ ഉയർത്തി അതിശക്തമായി പ്രക്ഷോഭകാരികൾ കളത്തിലിറങ്ങിയത്. ചില ബംഗ്ലാദേശ് ഉദ്യോഗസ്ഥരും മാധ്യമ റിപ്പോർട്ടുകളും വെടിവെപ്പ് നടത്തിയാൽ അതിർത്തി വഴി ഇന്ത്യയിലേക്ക് കടന്നിരിക്കാമെന്ന ആരോപണം ഉയർത്തിയിരുന്നു. എന്നാൽ ബംഗ്ലാദേശിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന ഒരു ഇന്ത്യ വിരുദ്ധ വികാരത്തിന്റെ മറ്റൊരു വശം മാത്രമാണിത് എന്ന് ഇന്ത്യ വിശദീകരിക്കുന്നു. മുഹമ്മദ് യൂനുസ് തന്റെ ഇന്ത്യ വിരുദ്ധ നീക്കങ്ങൾക്ക് ബലം പകരാൻ ഇപ്പോൾ ഉസ്മാൻ ഹാദിയെ ഒരു രക്തസാക്ഷിയാക്കി ചിത്രീകരിച്ചുകൊണ്ട് കളത്തിലിറങ്ങി. ബംഗ്ലാദേശിലെ മൈമൻസിംഗ് ജില്ലയിൽ ഹിന്ദു യുവാവിനെ മതനിന്ദ ആരോപിച്ച് ആൾക്കൂട്ടം അതിക്രൂരമായി മർദ്ദിച്ച് ജീവനോടെ തീ കൊളുത്തിയ സംഭവമാണ് ഇന്ത്യയെ ഞെട്ടിച്ചു കളഞ്ഞത്. ദീപു ചന്ദ്രദാസ് എന്ന 27 വയസ്സുകാരൻ തൻ്റെ മകനെ മരത്തിൽ കെട്ടിയിട്ട് ജീവനോടെ തീ കൊളുത്തുകയായിരുന്നുവെന്ന് ദീപുവിൻ്റെ പിതാവ് രവിലാൽ ദാസ് ഇന്ത്യയിലെ മാധ്യമങ്ങളോട് പറഞ്ഞു. എൻ്റെ മകനെ അവർ ദയനീയമായി കൊന്നു. അവർ അവനെ മരത്തിൽ കെട്ടിയിട്ട് തീ കൊളുത്തി. സർക്കാർ വിഷയത്തിൽ കുടുംബത്തോട് യാതൊരുവിധ പ്രതികരണവും നടത്തിയില്ല. 7 പേരെ അറസ്റ്റ് ചെയ്തുവെന്നാണ് ചീഫ് അഡ്വൈസർ മുഹമ്മദ് യൂനുസ് പ്രസ്താവനയിൽ പറയുന്നത്. എന്നാൽ ഹിന്ദു വിഭാഗങ്ങൾക്കെതിരെ രാജ്യത്ത് അതിരൂക്ഷമായ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്നതിൽ ഇന്ത്യ ആശങ്ക രേഖപ്പെടുത്തി. അതീവ ജാഗ്രതയിൽ ഇന്ത്യ തുടരുന്നു. ഒപ്പം അതിർത്തിയിൽ പഴുതടച്ച സുരക്ഷയും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.